യോഗയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവരും വീട്ടിൽ വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇന്നത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് ഹാർട്ടിന് നല്ലതായിട്ടുള്ള കുറച്ച് ആസനാസും ബ്രീത്തിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ട് ടയർലെസ്ലി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് തന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടതല്ലേ? അതിനായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ ഷോർട്ട് വീഡിയോ നിങ്ങളുടെ ഹാർട്ടിൻ്റെ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റിനായിട്ടുള്ള ഒന്നാണ്. ഇന്നത്തെ എപ്പിസോഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒന്നാണ്. ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇന്നത്തെ ഈ സിമ്പിൾ ആസനാസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതോടൊപ്പം തന്നെ ചെസ്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യാനും ഹെൽപ്ഫുള്ളാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് സുഖാസനയിൽ ഇരുന്നുകൊണ്ട് ഡീപ്പ് ഇൻഹലേഷൻ ചെയ്യുന്നതാണ്. സോ അതിനായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ സുഖാസനയിൽ ഇരിക്കുക. അതിനുശേഷം മൂക്കിലൂടെ ശ്വാസം വലിക്കുകയും വായിലൂടെ പുറത്തു വിടുകയും ചെയ്യുക. ഇത് നിങ്ങൾക്ക് 1 മിനിറ്റ് വരെ ചെയ്യാവുന്നതാണ്. ഇൻഹേൽ and exhale. Inhale and exhale through the mouth. Inhale through the nose and exhale through the mouth. Inhale and exhale. 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 ഓരോ എക്സേലിലൂടെയും നിങ്ങളുടെ ടെൻഷൻസ് എല്ലാം റിലീവ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കാം. 2 more times. Inhale and exhale. Inhale and exhale. Observe your sensations. നിങ്ങളുടെ ബ്രീത്തിനെയും ശ്വാസോച്ഛ്വാസത്തിനെയും നിങ്ങളുടെ ശരീരത്തിനെയും ഒബ്സർവ് ചെയ്യൂ. ടേക്ക് നോർമൽ ബ്രീത്ത്. സാധാരണ നിലയിലുള്ള ശ്വാസോച്ഛ്വാസം എടുക്കുക. ആൻഡ് സ്ലോലി ഓപ്പൺ യുവർ ഐസ്. അടുത്തത് അനുലോം വിലോം പ്രാണായാമ അഥവാ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്. അതിനായിട്ട് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾക്ക് ധ്യാൻ മുദ്രയിൽ ലെഫ്റ്റ് തൈയിൽ വയ്ക്കാം. ആൻഡ് റൈറ്റ് ഹാൻഡ് നിങ്ങൾക്ക് വിഷ്ണു മുദ്രയിൽ പിടിക്കാം. ഇനി ലെഫ്റ്റ് നോസ്ട്രൽ തുറന്നു പിടിച്ച് ഇൻഹേൽ ചെയ്യുക. ഇൻഹേൽ, ക്ലോസ് ആൻഡ് എക്സേൽ ത്രൂ ദ റൈറ്റ്. ഇനി വലതുവശത്ത് കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടതുവശത്തിലൂടെ പുറത്തേക്ക് വിടാം. ഇതാണ് 1 റൗണ്ട് ഓഫ് അനുലോം വിലോം പ്രാണായാമ. ലെറ്റ്സ് ഡു കപ്പിൾ ഓഫ് ടൈം. ശ്വാസം ഇടത് മൂക്കിലൂടെ ഉള്ളിലേക്ക് എടുക്കുക. ഹോൾഡ് ആൻഡ് വലത് മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടത് മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. Inhale through the left, exhale through the right.
Inhale through the right and exhale through the left. Inhale and exhale. Inhale and exhale. Inhale and exhale. Inhale and exhale. Inhale, exhale. Inhale, exhale. Inhale and exhale. Inhale and exhale. And relax. Take deep breath in and breathe out. Breathe in and breathe out. Breathe in and breathe out. Breathe in and breathe out. ശരീരത്തിൽ നടക്കുന്ന സംവേദനങ്ങളെ ശ്രദ്ധിക്കൂ. ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കൂ. And slowly open your eyes. ഈ ബ്രീത്തിങ് എക്സസൈസുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഓക്സിജൻ ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ചെസ്റ്റ് ഓപ്പണിംഗ് ആവാനും എല്ലാം സഹായിക്കുന്നു. അടുത്തത് വൃക്ഷാസനയാണ്, അതായത് ട്രീ പോസ്. ട്രീ പോസ് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ എവറിഡേ ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും വൃക്ഷാസന നല്ലതാണ്. ലങ് ഫങ്ഷനെ ഇത് എൻഹാൻസ് ചെയ്യുന്നു. നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം കുറയ്ക്കാൻ വേണ്ടി വൃക്ഷാസന ഹെൽപ്ഫുള്ളാണ്. ഇത് ബ്ലഡ് സർക്കുലേഷനും ബാലൻസിങ്ങിനും നല്ലതാണ്. സോ വൃക്ഷാസന ചെയ്യുന്നതിനായിട്ട് കാലുകൾ മാക്സിമം ഗ്രോയിൻ്റെ അടുത്തേക്ക് വെച്ച് ഇൻഹേൽ ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവാം. 1 2 3 4 5 6. Exhale and come back. നമുക്ക് അടുത്ത കാല് ചെയ്യാം. Inhale 1 2 3 4 5 6. Exhale and come back. നിങ്ങൾക്ക് കാല് ഏറ്റവും മുകളിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും വെക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നത് അതുപോലെ ചെയ്യാം. ഉദാഹരണത്തിന് ഇൻഹേൽ 1 2 3 4 5 6. Exhale and come back. Leg. Inhale 1 2 3 4 5 6. Exhale and come back. ഇനി ഒറ്റ കാലിൽ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ടബിൾ ലെവലിൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ആദ്യം പിടിച്ച ശേഷം പിന്നെ ചെയ്യാവുന്നതാണ്. സോ അതും കൂടി ഒരു പ്രാവശ്യം കാണിച്ചു തരാം. സോ ഈ ഇടയിലത്തെ ബാലൻസ് വെക്കുക. ഇൻഹേൽ 1 2 3 4 5 6. Exhale and come back. Other leg. Inhale 1 2 3 4 5 6. Exhale and come back. അടുത്തത് സേതുബന്ധാസന അഥവാ ബ്രിഡ്ജ് പോസ് ആണ്.
നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ലങ് ആൻഡ് ഹാർട്ട് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വളരെ നല്ല ഒരു ആസനയാണിത്. ബ്ലഡ് സർക്കുലേഷൻ എൻഹാൻസ് ചെയ്ത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യുന്നതോടൊപ്പം ആൻസൈറ്റിയും സ്ട്രെസ്സും എല്ലാം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യുകയും ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഹാർട്ട് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ബ്രിഡ്ജ് പോസ്റ്റർ ചെയ്യാനായിട്ട് മലർന്നു കിടക്കുക. അതിനുശേഷം കാലുകൾ രണ്ടും ശരീരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതിനുശേഷം വയറിൻ്റെ ഭാഗം മുകളിലേക്ക് ഉയർത്തുക. ഇൻഹേൽ ചെയ്യുക ആൻഡ് ഉയർത്തുക. ഇൻഹേൽ, ഹോൾഡ് 1 2 3 4 5 6. Exhale and come back. Let us do for 1 minute. അല്ലെങ്കിൽ ഒരു 5 പ്രാവശ്യം നമുക്ക് ചെയ്യാം. Inhale 1 2 3 4 5 6. Exhale and come back. Inhale and up. 1 2 3 4 5 6. Exhale and come back. Fourth time. Inhale and rise. 1 2 3 4 5 6. റിലാക്സ്. ഇത് നിങ്ങൾക്ക് കണങ്കാലുകളിൽ പിടിച്ചിട്ടും ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്യാം. ഇൻഹേൽ ആൻഡ് റൈസ്. 1 2 3 4 5 6. Exhale and relax. ഇന്നത്തെ അവസാനത്തെ ആസനയാണ് ഭുജംഗാസന. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സ് തന്നെയാണ് ഭുജംഗാസന ചെയ്യുമ്പോഴും കിട്ടുന്നത്. നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഹെൽപ്ഫുള്ളാണ്, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി കുറയ്ക്കുന്നു, ഓപ്പൺ ദ ചെസ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ലങ് ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, നമ്മുടെ സ്പൈനെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പോസ്റ്ററിനും നല്ലതാണ്. ഭുജംഗാസന ചെയ്യുന്നതിനായിട്ട് നമ്മൾ കമിഴ്ന്നാണ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ലെഗ്സും കൂട്ടി ടുഗദർ വെക്കണം. കൈകൾ രണ്ടും ചെസ്റ്റിൻ്റെ ഇരുവശത്തുമായിട്ട് വയ്ക്കുക. നെറ്റി മാറ്റിൽ മുട്ടിച്ച ശേഷം കിടക്കാം. ഇൻഹേൽ ചെയ്തുകൊണ്ട് റൈസ് ചെയ്ത് ഒരു കോബ്രയെ പോലെ റൈസ് ചെയ്ത് മുകളിലേക്ക് നോക്കുക. 1 2 3 4 5 6. Exhale and come back. മകരാസനത്തിൽ വിശ്രമിക്കാം. നമുക്കിത് ഒരു 5 പ്രാവശ്യം ചെയ്യാം. ഇൻഹേൽ 1 2 3 4 5 6. Exhale and come back. 3 more times. Inhale, look up. 1 2 3 4 5 6. Exhale and come back. Again, inhale, look up. 1 2 3 4 5 6. Exhale
Last round. Inhale. 1, 2, 3, 4, 5, 6. Exhale. And come back. ഇനി നമുക്ക് ശവാസന ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ മാറ്റിൽ തിരിഞ്ഞു കിടക്കുക. കാലുകൾ രണ്ടും ഇരുവശത്തേക്കുമായി വെച്ച് റിലാക്സ് ചെയ്യുക. ഫീറ്റുകൾ ഇരുവശത്തേക്കും, കൈകൾ മലർത്തി വയ്ക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുക. Take a deep breath in and out. Breathe in and breathe out. നമ്മുടെ മൂക്കിലൂടെ ഓരോ ശ്വാസവും ഉള്ളിലേക്ക് ഇരുവശങ്ങളിലും തട്ടിപ്പോകുന്നതായും വിൻഡ് പൈപ്പിലൂടെ അത് നമ്മുടെ ലങ്സിലേക്ക് എത്തുകയും ശരീരത്തിലെ ഓരോ സെല്ലിനും പ്രാണ അഥവാ എനർജി നൽകി ശരീരത്തിലെ എല്ലാ ഇംപ്യൂരിറ്റീസിനെയും നിശ്വാസത്തോടൊപ്പം പുറന്തള്ളുകയും ചെയ്യുന്നു. വാട്ട് എ ഗ്രേറ്റ് മെക്കാനിസം ഓഫ് ഗോഡ്. ടേക്ക് എ ഡീപ് ബ്രെത്ത് ഇൻ ആൻഡ് ഔട്ട്. ഒരു ദീർഘമായ ശ്വാസം എടുക്കുക. ആൻഡ് സ്ലോലി എക്സേൽ ചെയ്യൂ. നിങ്ങളുടെ ഓരോ നിശ്വാസത്തോടൊപ്പവും ബോഡി ലൈറ്ററായി വരുന്നതായി സങ്കല്പിക്കുക. ഓരോ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയം കാമായി വരുന്നതായും സങ്കല്പിക്കുക. ഓരോ നിശ്വാസത്തോടൊപ്പവും നിങ്ങളുടെ ഓരോ ടെൻഷനും സ്ട്രെസ്സും ഹെവിനെസ്സും എല്ലാം പുറന്തള്ളപ്പെടുന്നതായി സങ്കല്പിക്കൂ. നിങ്ങളുടെ അവെയർനെസ് നിങ്ങളുടെ ഹാർട്ടിലേക്ക് കൊണ്ടുവരൂ. നിങ്ങളുടെ ചെസ്റ്റിൻ്റെ നടുവിലായി ഒരു സോഫ്റ്റ് ആൻഡ് വാം ഗ്ലോ ഉള്ളതായി സങ്കല്പിക്കൂ. അത് നിങ്ങളിൽ നിന്നും റിലാക്സേഷൻ്റെയും ലവിൻ്റെയും വേവ്സായി പുറത്തേക്ക് വരുന്നു. ഓരോ ഹാർട്ട് ബീറ്റിലും നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന എനർജിക്കായി നന്ദി പറയൂ. നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി ഒട്ടും വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു. നിങ്ങളുടെ സമയമാണത്. നിങ്ങളിനി നിങ്ങളുടെ ഹാർട്ടിന് കുറച്ച് നൂറിഷ്മെൻറ്റ്സും റെസ്റ്റുമെല്ലാം കൊടുക്കൂ. ഓരോ ഇൻഹേലിനൊപ്പവും ഫ്രഷായിട്ടുള്ള ഓക്സിജൻ നിങ്ങളുടെ ലങ്സിൽ നിറയുകയും നിങ്ങളുടെ ഹാർട്ടിൽ അത് നൗറിഷ് ചെയ്യുന്നതായും സങ്കല്പിക്കൂ. അതേപോലെ തന്നെ ഓരോ നിശ്വാസത്തോടൊപ്പവും നിങ്ങളുടെ ബോഡിയിലുള്ള ഓരോ പ്രഷറും വറീസും എല്ലാം പുറന്തള്ളപ്പെടുന്നതായും സങ്കല്പിക്കൂ. നിങ്ങളുടെ ബ്രീത്ത് സോഫ്റ്റായും എഫേർട്ട്ലെസ്സായും വരുന്നത് സങ്കല്പിക്കൂ. നിങ്ങളിവിടെ കിടക്കുമ്പോൾ ഒരു വളരെ അധികം സമാധാനം നിങ്ങളിലൂടെ ഒഴുകുന്നതായി സങ്കല്പിക്കൂ. നിങ്ങളുടെ ഹൃദയം വളരെയധികം സ്ട്രോങ്ങും റിസൈലൻറ്റും ആൻഡ് ഫുൾ ഓഫ് ലൈഫുമാണ്. അതിൽ ട്രസ്റ്റ് ചെയ്യൂ. യു ആർ സേഫ്, യു ആർ കാം, യു ആർ അറ്റ് ഈസ്. ഇതേ പീസ്ഫുൾ സ്റ്റേറ്റിൽ കുറച്ച് നേരം കൂടി നിങ്ങൾക്ക് വിശ്രമിക്കാം. നിങ്ങൾ റെഡി ആകുമ്പോൾ പതുക്കെ നിങ്ങളുടെ
വിരലുകളും കാലുകളും ചലിപ്പിക്കൂ. ആൻഡ് സൈഡ് തിരിഞ്ഞ് പതുക്കെ എഴുന്നേൽക്കൂ. കണ്ണുകൾ അടഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ. Take a deep breath in and out. Breathe in and out. Breathe in and out. ഇനി പതുക്കെ കൈകൾ കൂട്ടിത്തിരുമ്മി ചൂട് പിടിപ്പിച്ച് നിങ്ങളുടെ കണ്ണുകളിലേക്ക് വയ്ക്കൂ. ഹരി ഓം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതോടൊപ്പം തന്നെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എൻ്റെ ഓരോ പുതിയ വീഡിയോയും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്സ് ഇടൂ, കമൻസ് ഇടൂ. See you soon.